ഓക്കെ ലിസൺ ശ്രദ്ധിക്കാം. ക്യൂട്ടി എന്നുള്ള ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് നമ്മൾ ഫസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യാണ്. ക്ലാസ്സിലെ ടൈമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ചെറിയൊരു മൊഡ്യൂളാണ്. ഇതിന് 4 മാർക്കിനുള്ള 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. തിയറിയാണ്, ഫുള്ള് തിയറിയാണ്. ഓക്കെ, അപ്പം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഹെഡിങ്സുകളാണ്. അതൊക്കെ ഷോർട്ടായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ മെറിറ്റിൽ തന്നെ അത് കേൾക്കട്ടോ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ല, പിന്നെ ഷോർട്ടായിട്ട് മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഒന്നേ ലിമിറ്റേഷൻസ് ഓഫ് ക്യൂട്ടി അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ക്യൂട്ടി അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ക്യൂട്ടി എന്നുള്ള രീതിയിലാണ് ഫീച്ചേഴ്സ് ഓഫ് ക്യൂട്ടി എന്നാണ് ചോദിക്കാറ്. ഓക്കെ, ദെൻ സബ്ജക്റ്റിന് പേരറിയില്ല, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്യൂട്ടി എന്താണ്, അതിൻ്റെ മീനിങ്സ് എന്താണ്, ദെൻ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്താണെന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഫസ്റ്റ് അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് പറയണ്ടേ. മീനിങ് ആൻഡ് ഡെഫിനിഷൻസ്. Quantitative techniques may be defined as those techniques which provide the decision makers as a systematic and powerful means of analysis based on quantitative data. Simple ആയിട്ട് ക്യൂട്ടിൻ്റെ ഒരു മീനിങ്സ് പറഞ്ഞാണ്. Provides decision makers as a systematic and powerful means of analysis based on quantitative data. Quantitative dataസിന്റെ ബേസിൽ decision makersന് ഒരു systematic and powerful ടൂൾസ് പ്രൊവൈഡ് ചെയ്യാണ് ക്യൂട്ടി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഡിസിഷൻ മേക്കേഴ്സിന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പവർഫുൾസ് ആയിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു ബേസ് പ്രൊവൈഡ് ചെയ്യാണ് ക്യൂട്ടീൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ മെയിൻ എയിം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ക്യൂട്ടിയിൽ ഇത്രയും ടൂൾസും ടെക്നിക്സും ഒക്കെ ഡെവലപ്പ് ചെയ്തതും ഇൻവോൾവ് ചെയ്തതൊക്കെ. ഡിസിഷൻ മേക്കേഴ്സിന് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇറ്റ് ഇസ് എ സയന്റിഫിക് മെത്തേഡ്സ് employed for problem solving and decision making by the managements. Okay, there is clear ആയിട്ടുള്ള സയന്റിഫിക് മെത്തേഡ്സും കൂടെയാണ് ക്യൂട്ടി എന്നുള്ളത്. എന്തെങ്കിലും ഒരു അസംഷന്റെ ബേസിലോ അല്ലെങ്കിൽ ഇതിന്റെ ബേസിലോ പറയല്ല, ഒരു പ്രോബിലിറ്റിന്റെ ബേസിലോ പറയല്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് അതിന്റെ ബേസിൽ എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു ടൂൾസ് ആണ് ഈ ഒരു ക്യൂട്ടി എന്നുള്ളത്. With the help of quantitative techniques, the decision makers are able to explore policies for attaining predetermined objectives. In short, quantitative techniques are inevitable in decision making process. Okay, പറയുന്ന കാര്യം അത്രേ ഉള്ളൂ. ഡിസിഷൻ മേക്കേഴ്സിന് സിസ്റ്റമാറ്റിക് ആൻഡ് പവർഫുൾ വേയിൽ എന്താണ് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ക്യൂട്ടിന്റെ മെയിൻ എയിം അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്. ഓക്കെ, അതിന്റെ ഒരു മീനിങ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. എത്രയാണ് ക്യൂട്ടി എന്നുള്ളത് ഇൻ ദ പോയിന്റ് ഓഫ് ബിസിനസിന്റെ പോയിന്റ്സിൽ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ് എന്നുള്ളതാണ് ഇത് നമ്മൾ ടെസ്റ്റിന്റെ പേര്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ്, അതിന്റെ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ക്യൂട്ടി എന്നുള്ളതിന്റെ മീനിങ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ ഫോർസമിൽ തന്നെ വേറെ എക്കണോമിക്സുകാരും അതുപോലെ തന്നെ മൈക്രോബയോളജിക്കാരൊക്കെ ക്യൂട്ടി പഠിക്കുന്നുണ്ട്. അതൊക്കെ അവരെ ഒരു വ്യൂ പോയിന്റിലാവും. ഓക്കെ, അവരെ ഒരു ആ സബ്ജക്റ്റിൽ എങ്ങനെ ക്യൂട്ടി ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. പക്ഷെ നമ്മളിവിടെ കൊമേഴ്സുകാരെ സംബന്ധിച്ച് എന്താണ് ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് ബെറ്റർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്യാന്നാണെന്ന് ക്യൂട്ടിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അണ്ടർലൈൻ ചെയ്തൊന്ന് നോട്ട് ചെയ്യണേ. which provides decision makers a systematic and powerful means of analysis based on the quantitative data. Quantitative dataസിന്റെ ബേസിൽ decision makersന് ബെറ്റർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആൻഡ് പവർഫുൾ അനാലിസിസ് പ്രൊവൈഡ് ചെയ്യാണെന്നത് ക്യൂട്ടിന്റെ മെയിൻ എയിം ഓർ ഒബ്ജക്റ്റീവ്സ്. ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണെങ്കിൽ സൗണ്ടിന്റെ അല്ലെങ്കിൽ സ്ക്രീനിന്റെ വലിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഫോം ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ ക്യൂട്ടിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് ക്യൂട്ടി മെയിൻലി 3 ആയിട്ടാണ് ക്യൂട്ടിനെ ക്ലാസിഫൈ ചെയ്തത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ദെൻ സെക്കൻഡ് വണ്ണാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ദെൻ തേർഡ് വണ്ണാണ് പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഓക്കെ, ഫസ്റ്റ് ഒരു ക്യൂട്ടിന്റെ മീനിങ് ഡെഫിനിഷൻസ് നമ്മൾ പറഞ്ഞു. ദെൻ 3 ആയിട്ടാണ് ക്യൂട്ടിനെ ടോട്ടലായിട്ട് ക്ലാസിഫൈ ചെയ്ത്. ഒന്ന് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, സെക്കൻഡ് വൺ സ്റ്റാറ്റിസ്റ്റിക്കൽ, തേർഡ് വൺ പ്രോഗ്രാമിങ്സ്. ഓരോന്നിനും സബ് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ആ ഓരോ പോയിന്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അതിൽ ഫസ്റ്റ് വൺ ആണ് മാത്തമാറ്റിക്കൽ, സെക്കൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ വരുന്നുണ്ട്, തേർഡ് പ്രോഗ്രാമിംഗ് വരുന്നുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. Techniques in which quantitative data are used along with the principles of mathematics is known as mathematical quantitative techniques. Mathematical quantitative techniques involves, okay, quantitative dataസിന്റെ ബേസിൽ ചെയ്യുന്നതാണ് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അതിൽ ഇൻവോൾവ് അതിലുള്ള പോയിന്റ്സുകളാണ് സബ് പോയിന്റ്സുകളാണ്.
അതിൽ ക്വസ്റ്റ്യൻ ആണ് പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഇതിലുള്ള ഓരോന്നും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ ഓൾറെഡി ക്യൂട്ടിയിലും BNS-ലായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഇതിലൊക്കെ വരുന്നത്. ഓക്കെ, കുറച്ച് പോയിന്റ്സ് PG-യിൽ വരുന്നതും എക്കണോമിക്സിൽ വരുന്നതും ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ക്വസ്റ്റ്യൻ ആണ് പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പെർമ്യൂട്ടേഷൻ എന്താണ്, കോമ്പിനേഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തതാണ് പ്രോബിലിറ്റിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ. പെർമ്യൂട്ടേഷൻ എന്താണെന്ന് അറിയല്ലോ, അറേഞ്ച്മെന്റ്സ് ഓഫ് ഒബ്ജക്ട്സ് ആണ് ഇത് പെർമ്യൂട്ടേഷൻ എന്നുള്ളത്. ഈ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും മാറരുത് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണം ഏതാണ് പെർമ്യൂട്ടേഷൻ ഏതാണ് കോമ്പിനേഷൻ എന്ന്. കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് ആണ്, ഡെഫിനിറ്റ് ഓർഡേഴ്സ്, ഒരു അറേഞ്ച്മെന്റ്സ് ഓഫ് ഒബ്ജക്ട്സ്, ആ ഒബ്ജക്ട്സിനെ അറേഞ്ച് ചെയ്യാൻ പറയുന്നതാണ് പെർമ്യൂട്ടേഷൻ എന്നുള്ളത്. The number of arrangements depends upon the total number of objects and the number of objects taken at a times for arrangements. The number of permutations or arrangements is called by using the following formulas. Formula അറിയല്ലോ, NPR equal to n factorial എന്നാണ്. സിമ്പിൾ കറക്റ്റ് അതല്ല. ഓക്കെ, n factorial divided by n minus r factorial. ഓക്കെ, പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ആണ്. നമ്മൾക്ക് ഇത്ര നമ്പേഴ്സ് എലമെന്റ്സ് എന്നിട്ട് അതിനെ ഡിഫറെന്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറയാണ്. അപ്പോൾ അവിടെ അറേഞ്ച് ചെയ്യാൻ പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടാവും, നമ്പേഴ്സ് ഓഫ് ഒബ്ജക്ട്സ് ടേക്കൺ അറ്റ് എ ടൈംസും ഉണ്ടാവും. ഓക്കെ, അതിന്ന് അറ്റ് എ ടൈംസ് നമുക്ക് എത്ര ഒബ്ജക്ട്സ് എടുക്കാന്നുണ്ടാവും. ഓക്കെ, അതാണ് 6 എന്നുള്ളത് മീൻ ചെയ്യുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സും ദ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ടേക്കൺ അറ്റ് എ ടൈംസും 6. ഈ രണ്ട് വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർമ്യൂട്ടേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ശ്രദ്ധിക്കുക, അവിടെ റിപ്പീറ്റഡ് വാല്യൂസും വരും. നമ്മൾ എക്സാമ്പിൾ ജസ്റ്റ് നോട്ടിൽ അത് എഴുതിയപ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ABCന്റെ ഇക്വേഷൻസ്. ഇപ്പൊ പെർമ്യൂട്ടേഷൻ അതിന്റെ ആൻസർ വരെ 6 ആണ്. ഓക്കെ, ABയും വരും BAയും വരും. ഓക്കെ, റിപ്പീറ്റേഷൻസും കൂടെ ഇതിൽ വരും. ഓക്കെ, അതാണ് പെർമ്യൂട്ടേഷനോട് മീൻ ചെയ്യുന്നത്, നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ആണ്. Then second one ആണ് combination. Combination means selection or grouping of objects without considering their orders ആണ്. The number of combination is called using the following formula, NCR. Okay, combination ആണ്, equation അറിയില്ല, n factorial divided by n minus r factorial into r factorial. Okay, n factorial divided by n minus r factorial divided by r factorial എന്നാണ് കോമ്പിനേഷന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓർ ഗ്രൂപ്പിംഗ് ഓഫ് ഒബ്ജക്ട്സ് ആണ്. സെലക്ഷൻ ആണ് അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് ഓഫ് ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് ഓർഡേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. AB വന്നു കഴിഞ്ഞാൽ പിന്നെ BA വരാൻ പാടില്ല, AB മാത്രമേ വരാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ABCന്റെ ഇത് എക്സാമ്പിൾ വെച്ചിട്ട് അതിൽ അറിയാം ടോട്ടൽ 3 വരുള്ളൂ. AB അല്ലെങ്കിൽ BA ഏതെങ്കിലും ഒന്നേ വരാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് സെലക്ഷൻ ഓർ ഗ്രൂപ്പിംഗ് ഓഫ് ഒബ്ജക്ട്സ് ആണ്. ഇപ്പൊ AB എന്ന് പറഞ്ഞാലും BA എന്ന് പറഞ്ഞാലും സെയിം സെലക്ഷൻ ആണ് അല്ലെങ്കിൽ സെയിം ഗ്രൂപ്പിംഗ് ആണ്. അതുകൊണ്ടാണ് ഒന്ന് മാത്രം ഇവിടെ കൺസിഡർ ചെയ്യുന്നത് കോമ്പിനേഷനിൽ വരുന്നത്. പക്ഷെ പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ എന്താണ് അറേഞ്ച്മെന്റ്സ് ആണ്. AB എന്നുള്ള വേറെ അറേഞ്ച്മെന്റ്സ് ആണ്, BA എന്നുള്ള ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഡിഫറൻസ് ക്ലിയർ ആക്കി വെക്കുക. ഫസ്റ്റ് വൺ ആണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നുള്ള രണ്ട് ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. കോമ്പിനേഷൻ ഇക്വേഷൻ NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ എന്നാണ്. Then next one ആണ് സെറ്റ് തിയറി. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സെറ്റ് തിയറി ഈസ് എ മോഡേൺ മാത്തമാറ്റിക്കൽ ഡിവൈസ് വിച്ച് സോൾവ്സ് വേരിയസ് ടൈപ്സ് ഓഫ് ക്രിട്ടിക്കൽ പ്രോബ്ലംസ് ഓൺ ദ ബേസിസ് ഓഫ് സെറ്റ്സ് ആൻഡ് ദെയർ ഓപ്പറേഷൻസ്. ഓക്കെ, സെറ്റും സെറ്റിന്റെ ഓപ്പറേഷൻസും വെച്ചിട്ട് എന്താണ് മോഡേൺ മാത്തമാറ്റിക്കൽ ഡിവൈസ് ആണ്. വേരിയസ് ടൈപ്സ് ഓഫ് ക്രിട്ടിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു മോഡേൺ മാത്തമാറ്റിക്കൽ ഡിവൈസ് ആണ് ഇത് സെറ്റ് തിയറി എന്നുള്ളത്. ബേസ് ഓഫ് സെറ്റിന്റെയും അതിന്റെ ഓപ്പറേഷൻസും വെച്ചിട്ട് ഇന്റർസെക്ഷൻസും അതുപോലെ യൂണിയൻസ് ഒക്കെ വെച്ചിട്ട് ക്രിട്ടിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു മോഡേൺ മാത്തമാറ്റിക്കൽ ഡിവൈസ് ആണ് ഇത് സെറ്റ് എന്നുള്ളത്. സെറ്റിന്റെ ബേസിലാണ് ഇത് വെൻ ഡയഗ്രാംസ് വരുന്നത്. വെൻ ഡയഗ്രാംസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോംപ്ലക്സ് ക്രിട്ടിക്കൽ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, യൂണിയനും ഇന്റർസെക്ഷൻസ് വെച്ചിട്ടാണ് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. അതിനു വേണ്ടി യൂസ് ചെയ്യാനാണ് ഇത് സെറ്റ് തിയറി എന്നുള്ളത്. സെറ്റിന്റെ കാര്യങ്ങളൊക്കെ അറിയല്ലോ, ഇൻവോൾവ്സ് ബ്രാക്കറ്റ്സ് ആണ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. Then next one ആണ് മെട്രിക്സ് ആൾജിബ്ര എന്നുള്ളത്. നമുക്ക് മെട്രിക്സ് ആൾജിബ്ര BNS-ൽ നമ്മൾ പഠിച്ചതാണ്. മെട്രിക്സ് is an orderly arrangements of certain given numbers or symbols in rows and columns.
It is a mathematical device of finding out result of different types of algebraic operations on the basis of relevant matrices. Okay, matrix algebra എന്ന് അറിയില്ലല്ലോ, നമ്പേഴ്സിനെ അല്ലെങ്കിൽ സിമ്പിൾസിന് എന്താണ് റോസും കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മെട്രിക്സ് എന്ന് പറഞ്ഞ ഒരു മാത്തമാറ്റിക്കൽ ഡിവൈസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൽജിബ്രിക് ഓപ്പറേഷൻസ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു മാത്തമാറ്റിക്കൽ ഡിവൈസിനെയാണ് നമ്മൾ മെട്രിക്സ് ആൽജിബ്ര എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ക്ലിയർ ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ആൽജിബ്രിക് ഓപ്പറേഷൻസ് ഉണ്ടാവും, അഡീഷൻസും മൾട്ടിപ്ലിക്കേഷൻസും സബ്സ്ട്രാക്ഷൻസും ഒക്കെ. അത് വെച്ചിട്ട് എന്താണ് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു മാത്തമാറ്റിക്കൽ ഡിവൈസ് ആണ് മെട്രിക്സ് ആൽജിബ്ര എന്നുള്ളത്. പിന്നെ മെട്രിക്സ് ആൽജിബ്രാന്റെ ഫോർമാറ്റ്സ് നമ്മൾക്ക് അറിയാം, ഈ നമ്പേഴ്സോ അല്ലെങ്കിൽ സിമ്പിൾസോ എന്താണ് ഡിഫറെന്റ് റോസും കോളംസും ആയിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സൗണ്ടിന്റെ വലിയ ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാം കേട്ടോ. ക്ലിയർ അല്ലേ ഇപ്പോ? ക്ലിയർ ആണ്, പക്ഷെ നേരത്തെ എന്തോ പ്രശ്നം ഉണ്ടായി. ഓക്കെ, ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഫ്ലോയിൽ നെറ്റ്വർക്ക് സ്ലോ എന്നുള്ള മെസ്സേജും വരുന്നുണ്ട്, അതുകൊണ്ട് ചോദിക്കണം. എന്തെങ്കിലും വലിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, റെക്കോർഡ് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് വേർഷൻസ് അവൈലബിൾ ആക്കാൻ നോക്കാം. ദെൻ ഫോർത്ത് ആണ് ഡിറ്റർമിനൻസ് എന്നുള്ളത്. മെട്രിക്സ് നമ്മൾ പറഞ്ഞ് റോസും കോളംസ് ആയിട്ട് നമ്പേഴ്സിനെ അല്ലെങ്കിൽ സിമ്പിൾസിനെ എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാൻ. അതിന്റെ ബേസിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൽജിബ്രിക് ഓപ്പറേഷൻസ് വെച്ചിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം. പ്രോബ്ലം സോൾവ് ചെയ്യാൻ മാത്തമാറ്റിക്കൽ ഡിവൈസിനെയാണ് നമ്മൾ മെട്രിക്സ് ആൽജിബ്ര എന്ന് പറയുന്നത്. ഇത് നെക്സ്റ്റ് ആണ് ഡിറ്റർമിനൻസ് എന്നുള്ളത്. മെട്രിക്സിന്റെ ഇതിൽ നമ്മൾ പഠിച്ചിരുന്നതാണ് ഡിറ്റർമിനൻസ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ. ഇറ്റ്സ് എ പവർഫുൾ ഡിവൈസ് ഡെവലപ്ഡ് ഓവർ മെട്രിക്സ് ആൽജിബ്ര. This device is used for finding out values of different variables connected with the number of simultaneous equations. Okay, determinants calculate ചെയ്യണ അറിയില്ല നമ്മൾക്ക്. സ്ക്വയർ മെട്രിക്സിന്റെ ആണ് നമ്മൾ ഡിറ്റർമിനൻസ് കാൽക്കുലേറ്റ് ചെയ്യണ. എ ഡി മൈനസ് ബി സി എന്നുള്ള ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ ഡിറ്റർമിനൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ഓർമ്മ ഉണ്ടല്ലോ. ഇതാണ് മെട്രിക്സ് ആൾജിബ്രയിലെ ഒരു പവർഫുൾ ടൂൾസ് ആണ് എന്ത് ഈ ഒരു ഡിറ്റർമിനൻസ് എന്നുള്ളത്. ഇറ്റ്സ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് വാല്യൂസ് of different variables connected with the number of simultaneous equations. Simultaneous equations numbers find ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പവർഫുൾ ഡിവൈസും കൂടെയാണ് ഡിറ്റർമിനൻസ് എന്നുള്ളത്. simultaneous equations സോൾവ് ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് ഈ മെട്രിക്സിലെ ഡിറ്റർമിനൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, simultaneous equationsന്റെ വാല്യൂസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് യൂസ് ചെയ്യുന്ന ഒരു പവർഫുൾ ഡിവൈസ് അല്ലെങ്കിൽ ടൂൾസ് ആണ് ഡിറ്റർമിനൻസ് എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഡിഫറൻസിയേഷൻ എന്നുള്ളത്. It's a mathematical process of finding out changes in dependent variable with reference to small changes in independent variable. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന് സ്മാൾ ചേഞ്ചസിനനുസരിച്ച് എന്താ ഡിപെൻഡന്റ് വേരിയബിളിലുള്ള ചേഞ്ചസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക് പ്രോസസ് ആണ് ഡിഫറൻസിയേഷൻസ് എന്നുള്ളത്. ഓക്കെ, ഇൻഡിപെൻഡന്റ് വേരിയബിളിലെ ചേഞ്ചസിനനുസരിച്ച് ഡിപെൻഡന്റ് വേരിയബിളിലെ ചേഞ്ചസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഇന്റഗ്രേഷൻ എന്നുള്ളത്. ഇന്റഗ്രേഷൻ ഈസ് ദ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു റിവേഴ്സ് പ്രോസസ് ആണ് ഇന്റഗ്രേഷൻ എന്നുള്ളത്. ഓക്കെ, ഡിഫറൻസിയേഷൻ നമ്മൾ പറഞ്ഞു ഡിപെൻഡന്റ് വേരിയബിളിന്റെ ചേഞ്ചസിനനുസരിച്ച് ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ചേഞ്ചസിനനുസരിച്ച് ഡിപെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ പ്രോസസ്സിനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷന്റെ റിവേഴ്സ് പ്രോസസ് ആണ്. ഓക്കെ, then next one ആണ് differential equation എന്നുള്ളത്. It's a mathematical equation which involves differential coefficient of the dependent variables. Okay, ഈ ഡിപെൻഡന്റ് വേരിയബിളിന്റെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസിനെയാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിപെൻഡന്റ് വേരിയബിളിന്റെ ഡിഫറൻഷ്യൽ ആയിട്ടുള്ള കോഎഫിഷ്യൻസ് ഇൻവോൾവ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത്. ഇത്രയാണ് മെയിനായിട്ട് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നുള്ളത് പറഞ്ഞ്, ദെൻ സെക്കൻഡ് വൺ സെറ്റ് തിയറി ഡിസ്കസ് ചെയ്ത്, ദെൻ തേർഡ് വൺ മെട്രിക്സ് ആൽജിബ്ര, ദെൻ ഫോർത്ത് വൺ ഡിറ്റർമിനൻസ്, ദെൻ ഫിഫ്ത്ത് വൺ ഡിഫറൻഷ്യൽ ആൻഡ് ഇന്റഗ്രേഷൻസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ അണ്ടറിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഓക്കെ, ഇതുള്ള ഓരോ പോയിന്റ്സ് നമ്മൾ BNS പഠിച്ചിരുന്നതാണ് സ്റ്റാറ്റിയിൽ. ഓക്കെ, statistical quantitative techniques ആണ്. Statistical techniques are those techniques which are used in conducting statistical inquiry concerned to a certain phenomena.
They includes all statistical methods beginning from the collection of data till interpretation of the collected data. Okay, statistical quantitative techniques are statistical methods യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ കളക്ഷൻസ് മുതൽ നമ്മൾ ഇന്റർപ്രിട്ടേഷൻ വരെയുള്ള ഒരു ഫ്ലോസിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും, അനലൈസ് ചെയ്യും, ക്ലിയർ ആയിട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ സ്റ്റെപ്സ് ആണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ ഇൻവോൾവ് ചെയ്യണമെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ്, സബ് പോയിന്റ്സിൽ ഫസ്റ്റ് വൺ collection of data. One of the important statistical method is collection of data. There are different methods for collecting primary and secondary data. Okay, collection of data എന്ന് പറഞ്ഞാൽ ഡാറ്റാസ് കളക്ഷൻ ആണ്. മെയിൻ ആയിട്ട് എന്താണ്, പ്രൈമറി ഡാറ്റ കളക്ഷൻസ് ഉണ്ടാവും, സെക്കൻഡറി ഡാറ്റ കളക്ഷൻസ് ഉണ്ടാവും. പ്രൈമറി ഡാറ്റ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻസ് ആണ്. നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ നമ്മൾ പ്രൈമറി എന്ന് പറയും. സെക്കൻഡറി ആണെങ്കിൽ ഓൾറെഡി കളക്റ്റഡ് ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റാസ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ ആണ് കളക്ഷൻ ഓഫ് ഡാറ്റാസ്. ദെൻ സെക്കൻഡ് വൺ ആണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. ഓക്കെ, അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നോക്കുക, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഈസ് എ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ finding the average of a series. Okay, ഒരു സീരീസിന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ടൂൾസ് ആണ് ദ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ളത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ പറഞ്ഞതാണ് 5 മെത്തേഡ്സ് ഉണ്ടാവും. മീൻ ഉണ്ടാവും, മീഡിയൻ ഉണ്ടാവും, മോഡ് ഉണ്ടാവും, ഹാർമോണിക് മീൻ ഉണ്ടാവും, ജോമെട്രിക് മീൻസ് ഉണ്ടാവും. ഇതൊക്കെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, ഒരു സീരീസിന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണതാണ്. ഓക്കെ, ഒരു സീരീസിന്റെ ആവറേജ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വാല്യൂസ് നമ്മൾ എന്താണ് സിംഗിൾ വാല്യൂല് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ളത്. പിന്നെ അതിൽ പറഞ്ഞതാണ് ഡിസ്പേർഷൻസ് ആണ്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് വേരിയബിലിറ്റി ഇൻ എ സീരീസ്. ഒരു സീരീസ് വേരിയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്നുള്ളത്. ഓക്കെ, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. Then third one are measures of skewness. Skewness measures asymmetry of a distributions. Okay, asymmetry calculate ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്യൂനെസ് യൂസ് ചെയ്തതിന്. എത്രത്തോളം സിമെട്രിക് ആണെങ്കിൽ സ്ക്യൂഡ് ആണ്, പോസിറ്റീവ് സ്ക്യൂഡോ അല്ലെങ്കിൽ നെഗറ്റീവ് സ്ക്യൂഡോ അല്ലെങ്കിൽ അസിമെട്രി ആണോ അല്ലെങ്കിൽ സിമെട്രിക് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്യൂനെസ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് കർട്ടോസിസ് എന്നുള്ളത്. കർട്ടോസിസ് മെഷേഴ്സ് ദ ഫ്ലാറ്റ്നെസ് ഓർ പീക്നെസ് ഇൻ ആ ഡിസ്ട്രിബ്യൂഷൻസ്. അതിന്റെ ഫ്ലാറ്റ്നെസ്സും പീക്നെസ്സും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കർട്ടോസിസ് യൂസ് ചെയ്തതിന്. ലെപ്റ്റോകർട്ടിക്, മെസോകർട്ടിക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കർട്ടോസിസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അതിന്റെ ഫ്ലാറ്റ്നെസ്സും അതുപോലെ തന്നെ പീക്നെസ്സും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർട്ടോസിസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് പറഞ്ഞതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻസ്, സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. ഓക്കെ, ദെൻ തേർഡ് വൺ ആണ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്നുള്ളത്. ഓക്കെ, ഈ സെക്കൻഡ് മൊഡ്യൂൾ ആണ് കോറിലേഷൻ റിഗ്രഷൻ എന്നുള്ള ക്യൂട്ടിയിലെ. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ അറിയല്ലോ, correlation is used to study the degree of relationship among two or more variables. രണ്ടോ അതിലധികം വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനാണ് കോറിലേഷൻ എന്നുള്ളത്. അതിന്റെ റിലേഷൻഷിപ്പിന്റെ ഡിഗ്രി എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ട്, -1 മുതൽ +1 ഉള്ളതിൽ എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് കോറിലേഷൻ എന്നുള്ളത്. രണ്ടോ അതിലധികം വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോറിലേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ റിഗ്രഷൻ ആണെങ്കിലോ, റിഗ്രഷൻ ടെക്നിക്സ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദി വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഓഫ് എ ഗിവൺ വാല്യൂ ഓഫ് അനദർ. ഓക്കെ, എസ്റ്റിമേറ്റ് ഒരു ആവറേജ് റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ എസ്റ്റിമേഷൻ ഉള്ള ഒരു പ്രഡിക്ഷൻ ആണ്. അൺനോൺ വാല്യൂ ഫ്രം ദി നോൺ വാല്യൂസ്. നമ്മൾ നോൺ വാല്യൂസ് വെച്ചിട്ട് ഒരു അൺനോൺ വാല്യൂ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണതിനാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് അനദർ. നമ്മൾ നോൺ വാല്യൂസ് വെച്ചിട്ട് ഒരു അൺനോൺ വാല്യൂസ് നമ്മൾ എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ആവറേജ് റിലേഷൻഷിപ്പ് കാൽക്കുലേറ്റ് ചെയ്യണതിനെ നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഒരു ആവറേജ് റിലേഷൻഷിപ്പ് കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് ഒരു ആവറേജ് റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഒരു നോൺ വാല്യൂന്റെ അൺനോൺ വാല്യൂസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ് നമ്മൾ റിഗ്രഷനിൽ ചെയ്യുന്നത്. ഓക്കെ, ആ പ്രോബ്ലം ചെയ്തവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ആണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്നുള്ളത്. ഓക്കെ, index numbers measures the fluctuations in various phenomena like price, production, etc. over a period of times. They are described as economic barometers. Index numbers പറഞ്ഞാൽ എന്താണ്, measure the fluctuations in various phenomena ആണ്.
ഇക്കണോമിക്സിലുള്ള ഫ്ലക്ച്വേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പം ബേസ് ഇയർ കറണ്ട് ഡേയ്സ് നമ്മൾ എത്രത്തോളം ഫ്ലക്ച്വേഷൻസ് ഉണ്ടായി പ്രൈസിൽ, അല്ലെങ്കിൽ ഡിമാൻഡ്സിൽ, അല്ലെങ്കിൽ പെട്രോൾ പ്രൈസിൽ, അല്ലെങ്കിൽ ഗോൾഡ് പ്രൈസിൽ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. BNS നമ്മൾ ലാസ്റ്റ് ചെയ്തിരുന്നതാണ് ഇൻഡെക്സ് നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട്. ഓക്കെ, ആ ഒരു ഫ്ലക്ച്വേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാണ് ഇൻഡെക്സ് നമ്പേഴ്സിൽ. ദ ഫിഫ്ത്ത് വണ്ണാണ് ടൈം സീരീസ് അനാലിസിസ് എന്നുള്ളത്. Analysis of time series help us to know the effect of factors which are responsible for changes. These factors are known as trend, seasonal variations, cyclical variation, and irregular variations. Okay. Effect of factors which are responsible for changes ആണ്. ചേഞ്ചസിന്റെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പോൾ സീസണൽ വേരിയേഷൻസ് ടൈംസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടൈം സീരീസ് അനാലിസിസ് എന്നുള്ളത്. ഓക്കെ, ട്രെൻഡ് അനാലിസിസും അതുപോലെ സീസണൽ വേരിയേഷൻസും സൈക്ലിക്കൽ വേരിയേഷൻസും ഇറഗുലർ വേരിയേഷൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടൈം സീരീസ് അനാലിസിസ് എന്നുള്ളത്. The next one ആണ് interpolation and extrapolation. Interpolation is a statistical techniques of estimating under certain assumptions the missing figures which may fall within the range of given figures. Okay, interpolation and extrapolation രണ്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ്. നമ്മൾ സർട്ടൻ അസംഷൻസ് വെച്ചിട്ട് നമ്മൾ വാല്യൂ പ്രൊഡിക്റ്റ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിനാണ് നമ്മൾ ഇന്റർപോളേഷൻ എന്നും അതുപോലെ എക്സ്ട്രാപോളേഷൻ എന്ന് പറയുന്നത്. ഇന്റർപോളേഷൻ എന്നാണെങ്കിൽ ഫാൾ വിത്തിൻ ദി റേഞ്ച് ഓഫ് ഗിവൺ ഫിഗേഴ്സ് ആണ്. നമ്മൾ തന്നിരിക്കുന്ന ഗിവൺ ഫിഗേഴ്സിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വാല്യൂസ് നമ്മൾ പ്രൊഡിക്റ്റ് അസ്യൂം ചെയ്യണതിന് നമ്മൾ ഇന്റർപോളേഷൻ എന്ന് പറയുന്നത്. Okay, then extrapolation എന്നാണെങ്കിൽ extrapolation provides estimated figures outside the range of given datas. Given datasന്റെ outside എന്നാണ് നമ്മളൊരു വാല്യൂസിനെ നമ്മൾ അസ്യൂം ചെയ്യണമെങ്കിൽ അതിനെയാണ് നമ്മൾ extrapolation എന്ന് പറയുന്നത്. ഓക്കെ, fall within the range of given figures ആണെങ്കിൽ interpolationും, അതുപോലെ outside the range of given datas ആണെങ്കിൽ നമുക്ക് extrapolation എന്ന് പറയാൻ പറ്റും. ഓക്കെ, then seventh one ആണ് statistical quality control, SQC എന്ന് പറയും. Statistical quality control. Statistical quality control is used for ensuring the quality of items manufactured. The variation in quality because of assignable causes and chance of causes can be known with the help of this tool. Different control charts are used in the controlling the quality of products. Okay, statistical quality control എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി മാനുഫാക്ചേഴ്സിന്റെ ടൈംസിൽ വിത്തിൻ ദി ക്വാളിറ്റീസിൽ എത്രത്തോളം പ്രൊഡക്ഷൻസ് നടക്കുന്നുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SQC മെത്തേഡ്സ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്സ് ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഫറെന്റ് കൺട്രോൾ ചാർട്ട്സ് ഉണ്ടാവും. ഓക്കെ, ആ കൺട്രോൾ ചാർട്ട്സ് വിത്തിൻ ദി ലിമിറ്റ്സിനുള്ള എത്രത്തോളം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്നുള്ളത് PGQTയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഔട്ട്സൈഡ് ആണ്, ആ ക്വാളിറ്റി കൺട്രോൾ ചാർട്ട്സിന്റെ ഔട്ട്സൈഡ് ആണെങ്കിൽ അത് ഡാമേജ്ഡ് പ്രൊഡക്ട്സ് നമുക്ക് പറയാൻ പറ്റും. ആ വിത്തിൻ ദി കൺട്രോൾ ചാർട്ട്സിനുള്ളിൽ വരുന്ന പ്രൊഡക്ഷൻസ് മാത്രമേ നമ്മൾക്ക് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിന് അണ്ടറിൽ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിൽ ക്ലിയർ ആയിട്ടുണ്ട്. ഒരു കൺട്രോൾ ചാർട്ട്സ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺട്രോൾ ചാർട്ട്സ് ഉണ്ട്, ക്വാളിറ്റി കൺട്രോൾ ചാർട്ട്സ്. ആ ഒരു കൺട്രോൾ ചാർട്ട്സിന്റെ ഉള്ളിലായിരിക്കണം നമ്മൾ പ്രൊഡക്ഷൻസ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ആണ് റേഷ്യോ അനാലിസിസ് എന്നുള്ളത്. അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ പഠിച്ചതാണോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് എന്നുള്ളത്. റേഷ്യോ അനാലിസിസ് യൂസ്ഡ് ഫോർ അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എനി ബിസിനസ് ഓർ ഇൻഡസ്ട്രി. Concerns which helps to take appropriate decisions. Okay, ratio analysis എന്ന് അറിയാലോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പവർഫുൾ ടൂൾ ആണ് റേഷ്യോ അനാലിസിസ് എന്നുള്ളത്. അപ്രോപ്രിയേറ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസിനെയാണ് നമ്മൾ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഷ്യോ അനാലിസിസും ഉണ്ടല്ലോ. ഓക്കെ, ഒന്നാണ് പ്രോബബിലിറ്റി തിയറി എന്നുള്ളത്. Theory of probability provides numerical values of likelihood of the occurrence of the events ആണ്. Okay, occurrence of the events, likelihood of the occurrence of the events ന്റെ ഒരു ന്യൂമറിക്കൽ വാല്യൂസിനാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സംഭവം സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും എത്രത്തോളം ചാൻസ് ഉണ്ട് എന്നുള്ളതിന്റെ ന്യൂമറിക്കൽ വാല്യൂസ് ആണ് പ്രോബബിലിറ്റി എന്നുള്ളത്.
നമ്മൾ പറയല്ലോ പ്രോബബിലിറ്റി 50% ആണ് 30% ആണ് എന്നുള്ളത്. ഒരു സംഭവം സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനുള്ള ഒരു ന്യൂമറിക്കൽ വാല്യൂസിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രോബബിലിറ്റി ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, 0 and 1 ഇടയിൽ മാത്രം അതിന്റെ ആൻസേഴ്സ് വരാൻ പാടുള്ളൂ. ഇപ്പോൾ കോറിലേഷൻ ആണെങ്കിൽ -1 +1 ഇടയിൽ മാത്രം. ഓക്കെ, അപ്പൊ അതിന്റെ മോൾക്ക് ആൻസർ കിട്ടി അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റണം ഇത് മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കണം എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്നുള്ളത്. ലാസ്റ്റ് വൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ ലാസ്റ്റ് മെത്തേഡ് ആണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ to judge reliability of inference drawn on the basis of sample studies. നമ്മളെ സാമ്പിൾ സ്റ്റഡീസിന്റെ ബേസിലുള്ള ഇൻഫറൻസ് നമ്മൾ അസംഷൻസ് കറക്റ്റ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഇൻഫറൻസിന്റെ ബേസിൽ റിലയബിൾ ആണോ അല്ലേന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെന്നാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്നുള്ള സ്റ്റഡി. സാമ്പിൾ സ്റ്റഡീസിന്റെ ബേസിൽ നമ്മൾ ഒരു ഇൻഫറൻസ് മേക്ക് ചെയ്യും, ഒരു അസംഷൻസ് ഒരു അനുമാനത്തിൽ നമ്മൾ എത്തും. ആ ഒരു അസംഷൻസ് കറക്റ്റ് ആണോ അല്ലേന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു മാത്തമാറ്റിക്കൽ ഡിവൈസ് ആണ് ദ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്നുള്ളത്. നമ്മൾക്കറിയില്ല പിന്നെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്നുള്ള നല്ല ഹൈപ്പോത്തിസിസ് ഉണ്ടാവും, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ എഴുതിയിട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാണ്. അതിന്റെ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ എത്തും, നമ്മൾ അസംഷൻസ് നമ്മളെ ഹൈപ്പോത്തിസിസ് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിൽ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഫസ്റ്റ് വൺ നോക്കി നമ്മൾ ഡാറ്റ കളക്ഷൻസ് നമ്മൾ പറഞ്ഞ് പ്രൈമറി ഡാറ്റ സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ദ സെക്കൻഡ് വൺ ഡിസ്കസ് ചെയ്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പെർഷൻ, സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. ഇത് ഓരോന്ന് നമ്മൾ പറഞ്ഞു തന്നതാണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പറഞ്ഞാൽ ആവറേജ് വാല്യൂ ആണ്, ഡിസ്പെർഷൻ എന്നാണ് വേരിയേഷൻ ആണ്, ദെൻ സ്ക്യൂനെസ് എന്നുള്ള സിമെട്രിക് കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ കർട്ടോസിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്ലാറ്റ്നെസ്സും അതുപോലെ പീക്ക്നെസ്സും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർട്ടോസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ പറഞ്ഞ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ആണ്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് റിലേഷൻഷിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോറിലേഷൻ യൂസ് ചെയ്യുന്നത്. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എസ്റ്റിമേഷൻ ഓർ പ്രഡിക്ഷൻ ഓഫ് അൺനോൺ വാല്യൂസ് ആണ്. ഓക്കെ, then interpolation and extrapolation, then index numbers, then time series analysis, then statistical quality control, then ratio analysis, probability theory and testing of hypothesis. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, then തേർഡ് വൺ ആണ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എന്നുള്ളത്. പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ഫസ്റ്റ് നമ്മൾ മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലുള്ള പോയിന്റ്സ് പറഞ്ഞ്, ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഡിസ്കസ് ചെയ്ത്, ദെൻ തേർഡ് വൺ ആണ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എന്നുള്ളത്. ഓക്കെ, ഇത് ക്യൂട്ടിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ ലാസ്റ്റ് വൺ നോക്കുക പ്രോഗ്രാമിംഗ് ടെക്നിക്സ്. Programming techniques are also called operation research techniques. Programming techniques are model building techniques used by decision makers in modern times. Programming techniques involves ഇതിന് തന്നെയാണ് നമ്മൾ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മോഡൽ ബിൽഡിംഗ് ടെക്നിക്സ് ആണ്. ഡിസിഷൻ മേക്കേഴ്സിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് കോംപ്ലക്സ് പ്രൊജക്റ്റിന്റെ ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മോഡൽ ബിൽഡിംഗ് ടെക്നിക്സിനെ നമ്മൾ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഒന്നാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുള്ളത്. ലാസ്റ്റ് 5 minutes മീറ്റിംഗ് എൻഡ് ആയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സർ. ഓക്കെ, ദെൻ പ്രോഗ്രാമിംഗ് ടെക്നിക്സിൽ ഫസ്റ്റ് വൺ ആണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുള്ളത്. ഓക്കെ, ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ഈസ് യൂസ്ഡ് ഇൻ ഫൈൻഡിങ് സൊല്യൂഷൻ ഫോർ ഒപ്റ്റിമൈസിങ് എ ഗിവൺ ഒബ്ജക്ട്സ് അണ്ടർ സർട്ടൻ കൺസ്ട്രെയിൻസ്. ചില സർട്ടൻ കൺസ്ട്രെയിൻസിൻ്റെ അണ്ടറിൽ നമ്മൾ എന്താണ് ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുള്ളത്. ഈക്വൽ ആയിട്ടുള്ള സർട്ടൻ കൺസ്ട്രെയിൻസിൻ്റെ അണ്ടറിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ടെക്നിക്സിനെ നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. സെക്കൻഡ് വണ്ണാണ് ക്യൂയിൻ തിയറി എന്നുള്ളത്. ക്യൂയിൻ തിയറി deals with mathematical study of queues. It aims at minimizing cost both serving and waiting. Okay,
ക്യൂൻ തിയറി പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ സ്റ്റഡിയാണ് അബൌട്ട് ദ ക്യൂസിനെ കുറിച്ചിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ സ്റ്റഡിയാണ് ക്യൂൻ തിയറി എന്ന് പറഞ്ഞാൽ. ക്യൂൻ തിയറി കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ, വെയിറ്റിംഗ് ടൈംസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ സ്റ്റഡിയാണ്. ക്യൂസിനെ കുറിച്ചുള്ള ഒരു മാത്തമാറ്റിക്കൽ സ്റ്റഡിയാണിത് ക്യൂൻ തിയറി എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറഞ്ഞാണ് ഗെയിം തിയറി എന്നുള്ളത്. Game theory is used to determine the optimal strategies in a competitive situations. Okay, highly competitive ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻസിൽ ഒരു ഒപ്റ്റിമം ബെസ്റ്റ് ഒപ്റ്റിമം ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ ഒരു മാത്തമാറ്റിക്കൽ ഡിവൈസിനാണ്, അല്ലെങ്കിൽ ഒപ്റ്റിമം സ്ട്രാറ്റജീസിനാണ് നമ്മൾ ഗെയിം തിയറി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു കോമ്പറ്റീറ്റീവ് സിറ്റുവേഷനിൽ ഏതാണ് ബെസ്റ്റ് സൊല്യൂഷൻ, ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ അപ്ലിക്കേഷൻ തിയറീസ് ആണ് ഗെയിം തിയറി എന്നുള്ളത്. Then next one ആണ് decision theory എന്നുള്ളത്. This is concerned with making sound decision under condition of uncertainty, risk and uncertainty. Okay, റിസ്ക്കും അൺസർട്ടനിറ്റി ഉള്ള സമയത്ത് ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനാണ് ഡിസിഷൻ തിയറി എന്നുള്ളത്. അവിടെ ക്ലിയർ ആയിട്ടുള്ള റിസ്ക്കും അൺസർട്ടനിറ്റി ഉണ്ടാവും. നമ്മളെന്താണ് ക്ലിയർ ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രോബബിലിറ്റീസും മറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ബെറ്റർ ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നത് ഡിസിഷൻ തിയറി എന്നുള്ളത്. ഡിസിഷൻ തിയറിന്റെ ബേസിൽ തന്നെ ഡിസിഷൻ ട്രീ ഒക്കെ പഠിക്കാറുണ്ട്. ഓക്കെ, PGയിൽ ക്യൂട്ടിയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡിസിഷൻ തിയറി ഒക്കെ. ഇപ്പോൾ ഒരു കോംപ്ലക്സ് സിറ്റുവേഷനിൽ റിസ്ക്കും അൺസർട്ടനിറ്റി ഉള്ള സിറ്റുവേഷനിൽ ബെസ്റ്റ് പോസിബിൾ ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനാണ് ഡിസിഷൻ തിയറി എന്നുള്ളത്. നെക്സ്റ്റ് വൺ ആണ് ഇൻവെന്ററി തിയറി. Inventory theory help for optimizing inventory levels. It focuses on minimizing cost associated with the holding of inventories. Okay, inventory theory അറിയാലോ. ഒപ്റ്റിമം ഇൻവെന്ററി ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ഇൻവെന്ററി തിയറി എന്നുള്ളത്. നമ്മളെ മിനിമം കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ, ഹോൾഡിംഗ് കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനാണ് ഒപ്റ്റിമം ഇൻവെന്ററി ലെവൽ എന്നുള്ളത്. ഒപ്റ്റിമം ഇൻവെന്ററി ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനാണ് ഇൻവെന്ററി തിയറി എന്നുള്ളത്. കാരണം ഇൻവെന്ററീസ് സ്റ്റോക്സ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ഹോൾഡിംഗ് കോസ്റ്റ് കൂടും, കുറഞ്ഞാലും പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യാനാണ് ഒപ്റ്റിമം ഇൻവെന്ററി തിയറി എന്നുള്ളത്. നെക്സ്റ്റ് ആണ് നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ്. It is a techniques of planning, scheduling, controlling, monitoring, and coordinating large and complex projects comprising of a number of activities and events. It is serves as instruments in resource allocation and adjustments of times and cost to the optimal levels. It includes CPM, PERT, etc. CPM, PERT അറിയാലോ, EDP ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും. പ്രോഗ്രാം ക്രിട്ടിക്കൽ പ്രോഗ്രാം മെത്തേഡ്സും പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്സും. ഓക്കെ, അതായത് ലാർജ് കോംപ്ലക്സ് പ്രൊജക്ട്സിന്റെ ടൈം കോസ്റ്റ് ഒക്കെ ഒപ്റ്റിമൽ ലെവൽസിൽ വെച്ചിട്ട് ആ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, മോണിറ്റർ ചെയ്യുക ആൻഡ് കോർഡിനേറ്റ് ചെയ്യുക. അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ് ആണിത് ഈ CPM PERT. ഇതൊക്കെയാണ് നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ്സിന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, ലാർജ് കോംപ്ലക്സ് പ്രൊജക്ട്സിന്റെ ടൈമും കോസ്റ്റും ഒപ്റ്റിമൽ ലെവൽസിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ പ്രൊജക്റ്റ് ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് കൺട്രോൾ ചെയ്യുക, മോണിറ്റർ ചെയ്യാൻ കോർഡിനേറ്റ് ചെയ്യുക. ഇതൊക്കെ കംസ് അണ്ടർ ദി പോയിന്റ്സ് ഓഫ് നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് ആണ്. ദെൻ സെവൻത്ത് വൺ ആണ് സിമുലേഷൻ എന്നുള്ളത്. ഇറ്റ് ഇസ് എ ടെക്നിക്സ് ഓഫ് ടെസ്റ്റിംഗ് മോഡൽ വിച്ച് റിസംബിൾസ് എ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. ഓക്കെ, സിമുലേഷൻ മോഡൽസ് ഞങ്ങൾ റിസർച്ചിൽ പറഞ്ഞിട്ടുണ്ട്. റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യണതിനാണ് നമ്മൾ സിമുലേഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ക്രിട്ടിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാണ്. ദാറ്റ് ഇസ് കോൾഡ് സിമുലേഷൻ എന്നുള്ളത്. ദെൻ 8 ആണ് റീപ്ലേസ്മെന്റ് തിയറി.